മമ്മി അയർലൻഡും UK ഒക്കെ കറങ്ങുന്ന ഒരാളാണ് അല്ലേ മമ്മി? മമ്മിക്ക് അയർലൻഡ് ആണോ ഇഷ്ടപ്പെട്ടത് UK ആണോ മമ്മി? അയർലൻഡ് അടിപൊളി അല്ലേ? അപ്പൊ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് അറിയാമോ? അപ്പോൾ നമ്മൾ ഈ അയർലൻഡിൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ആദ്യമായിട്ട് ഒരു ബീച്ച് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ബാക്കിയുള്ള പല പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ബീച്ചിലൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പം നമ്മുടെ അയർലൻഡിലെ കൗണ്ടി ലൗത്തിലുള്ള ടെർമോഫെക്കിൻ എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ഇപ്പോൾ അവിടെ ആ ഒരു സ്പോട്ടിൽ ചെന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. മമ്മി ഇവിടെ വന്നിട്ട് ബീച്ചിൽ പോയിട്ടുണ്ടോ മമ്മി? ഫസ്റ്റ് ബീച്ചാണോ ഇത് അയർലൻഡിലെ? അത് ശരി. മമ്മി അയർലൻഡും UK ഒക്കെ കറങ്ങുന്ന ഒരാളാണ് അല്ലേ മമ്മി? മമ്മിക്ക് അയർലൻഡ് ആണോ ഇഷ്ടപ്പെട്ടത് UK ആണോ മമ്മി? അയർലൻഡ് അടിപൊളി അല്ലേ? യുകെയിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ പോയില്ലല്ലോ. പോയ സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോ കുറച്ച് സ്ഥലത്ത് പോയത് നോക്കുമ്പോ ഇവിടെ ഇത്തിരി പച്ചപ്പും കാര്യങ്ങളൊക്കെ പരിപാടിയും കാണാൻ ഭംഗി ഇവിടെ അല്ലേ? പ്രകൃതി ഭംഗി. യുകെയിൽ പിന്നെ നമ്മൾ ഒത്തിരി സ്ഥലങ്ങൾ കറങ്ങിയില്ലേ. അങ്ങനെ ഡബ്ലിനൊക്കെ പോയി, അല്ല ഇവിടെ ലണ്ടൻ പോയി, പിന്നെ അടുത്താണ് ബീച്ച്. പക്ഷെ പ്രകൃതി ഭംഗി ഇത്തിരി കൂടി എനിക്ക് ഇവിടെ നോക്കുന്നിടത്തെല്ലാം കാണാൻ നല്ല ഭംഗിയല്ലേ? നല്ലൊരു പൂക്കളും തരുന്നൊരു ശരിയാ പ്രകൃതിയായിട്ട് തോന്നുന്നു ഇവിടെ. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ സമ്മറൊക്കെ ഇത്ര ഇല്ലായിരുന്നു, ആണല്ലേ? നല്ല അത്യാവശ്യം തണുപ്പായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് നല്ല നല്ല കുറേ വെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളവിടെ ബീച്ചിലേക്ക് പോകുന്ന റൂട്ടാണ്. ബീച്ച് കണ്ട, ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വേലിയിറക്കത്തിന്റെ സ്ഥലം ആയതുകൊണ്ട് ഞങ്ങക്ക് വെള്ളം പോലും കാണാൻ പറ്റുന്നില്ല. കടലാണെന്ന് പറയാം. ഇത് എന്തോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കാണാൻ പറ്റുന്നില്ല. വെള്ളത്തിന്റെ ഒരു തിര പോലും കാണുന്നില്ല കേട്ടോ. അപ്പൊ ഇതാണ് ടെർമോഫെക്കിൻ ബീച്ചിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടില്ലേ? അതെ, ബീച്ച് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. തിരമാലകളെ ഒന്നും കാണാൻ പറ്റുന്നില്ല, തിരകളും ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങ് ദൂരെയായിട്ട് കിടക്കുകയാണ്. വേലി ഇറക്കത്തിൻ്റെ സമയമാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ? ബീച്ച് കാണാനായിട്ട് വന്നതാണ്, എന്നിട്ട് ഇങ്ങനെ ഒരവസ്ഥയായിപ്പോയി. ഇവിടെ കുറേ പുല്ലുകൾ കാണാം സൈഡിലൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ കാണാൻ വന്ന ബീച്ചിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ. അനിയോ ചെളിയാ മോനെ, ഇങ്ങ് മാറിക്കേ. വെള്ളം കാണാനേ ഇല്ല, അങ്ങ് ദൂരെയായിട്ടാണ് കാണുന്നത് കേട്ടോ. കണ്ടല്ലേ? അപ്പൊ ഇവിടെ ആൾക്കാരൊക്കെ നമ്മൾ നടന്ന് ഇവിടെ ഇരിപ്പായി എല്ലാവർക്കും. അവന് കഴിക്കാൻ കൊടുക്കുന്നുണ്ടല്ലോ. യോടാ അപ്പൂസേ, അപ്പൂസ് എന്നാ ഇത്? നമ്മുടെ ബീച്ചിന്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഇത്തിരി പൊക്കത്തിൽ നമ്മളിങ്ങനെ കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വ്യൂ കിട്ടും. കണ്ടില്ലേ? ഇവിടെ ഇങ്ങനെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഉണ്ട് അവിടെ കുറേ പശുക്കൾ നിൽക്കുന്നു. വെള്ളയും കറുപ്പും കൂടെയുള്ള പശുക്കളാണ്. എന്തേ കുതിര? അതേണ്ട അവിടെ ദൂരെയായിട്ട് കുതിര നിൽക്കുന്നു. സൗദിയിൽ നിന്നപ്പോൾ നമ്മളിങ്ങനെ യാത്രകളെല്ലാം പോകുമ്പോൾ കൂടുതലും മണലാരണ്യമായിരുന്നു കാണുന്നത്. അങ്ങനെ അധികം പച്ചപ്പേ കാണാനില്ലാത്ത പ്രദേശങ്ങൾ ഇങ്ങനെ കണ്ടു പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ അയർലൻഡിൽ വന്നിട്ട് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഇതുപോലെ കിടക്കുന്ന നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളായിരിക്കും കേട്ടോ കൂടുതൽ. പിന്നെ അതിനകത്ത് കാണാം, ഇപ്പം സമ്മറൊക്കെയാണ്, സ്പ്രിങ് ടൈമാണ്. ഇപ്പം ഇഷ്ടംപോലെ പൂക്കൾ നല്ലതായിട്ട്. ആ പൂക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടിക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് പൂക്കൾ. ഒരു കാട് പിടിച്ചങ്ങ് പൂക്കുമെന്ന് പറയത്തില്ലേ, അതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് കേട്ടോ. നല്ല മഞ്ഞ കളറ് പൂക്കൾ, വെള്ള, നല്ല രസമാണ്. ഈ ഒരു സ്പ്രിങ് ടൈമിൽ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്
ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. എവിടെ തിരിഞ്ഞ് നോക്കിയാലും കളർഫുള്ളായിട്ടുള്ള പൂക്കളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തന്നെ ഇപ്പം നമ്മളിതെല്ലാം മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇവിടെ കുട്ടികളാണെങ്കിൽ എന്തായാലും അവർ കുറേ നേരം കളിച്ചു കേട്ടോ. ബീച്ചിലിങ്ങനെ അവർ വന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് നന്നായിട്ടൊന്ന് എൻജോയ് ഒക്കെ ചെയ്തു. ഇനിയിപ്പം നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 മണിയൊക്കെ അടുക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു നമ്മുടെ മെയ് ജൂൺ മാസങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒരു 10-11 മണി വരെ ഇതുപോലെ നല്ല പ്രകാശമായിരിക്കും. പുറത്തൊക്കെ നമുക്ക് നല്ല പകൽ പോലെ ആയിരിക്കും. അങ്ങനെ നമ്മൾ തിരിച്ച് പോകാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു എൻട്രൻസിൽ കുറേ അധികം നമ്മുടെ ഈ ഒരു ബീച്ചിനെ കുറിച്ച് നല്ല ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയർലൻഡിൽ നല്ല നല്ല ബീച്ചുകൾ കാണുമായിരിക്കും, എന്താണെന്ന് അറിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ഫാമിലി ആയിട്ട് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു ബീച്ചിലേക്ക് വരുന്നത്. നമ്മൾ അതിനു മുമ്പിട്ട് ഒരു ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു കേട്ടോ. ആ മണലെല്ലാം കൂടെ ഒരുമാതിരി പിന്നെ വെള്ളം ഒക്കെ കയറിയിട്ട് ശരിക്കും ഒരു ചെളി പിടിച്ച ഒരു മോഡലായിരുന്നു. ഞങ്ങൾ ലേ ടൗൺ എന്ന് പറയുന്ന ഒരു ബീച്ചിൽ പോയപ്പോഴും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ഇവിടെ വന്നിട്ടിപ്പം വേലിയിറക്കത്തിൻ്റെ സമയമായതുകൊണ്ട് കണ്ടില്ലേ, കടലിനെ ഒന്ന് അടുത്ത് കാണാനോ ഒന്ന് തിരമാലകളൊക്കെ ഒന്ന് കാണാനോ തിരയടയ്ക്കുന്നത് കാണാനോ ഒക്കെ ആണല്ലോ നമ്മൾ ബീച്ചിൽ വരുന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല. കുട്ടികളെല്ലാവരും കൂടെ എൻജോയ് ചെയ്തു. അവർക്ക് ഇച്ചിരി കളിക്കാനും ഒക്കെ പറ്റി. അങ്ങനെ ഈ ഞായറാഴ്ച ഞങ്ങൾക്ക് ഈ ഒരു ബീച്ചിലേക്ക് വരാൻ പറ്റി. എന്തായാലും നമുക്ക് ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ ഒന്ന് നേരിട്ട് കാണാനും മനസ്സിലാക്കാനും ഈ പുതിയൊരു സ്ഥലം കാണാനും ഒക്കെ ആയിട്ട് പറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അയർലൻഡ് തന്നെ കണ്ടു തീർക്കാനായിട്ട് ഒരുപാടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ സത്യത്തിൽ ഇന്ത്യയിൽ നിൽക്കുന്ന സമയത്തും ഇന്ത്യയിലെ ആണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള എല്ലാ ജില്ലകൾ പോലും നമ്മൾ കണ്ടു തീർക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും അയർലൻഡിലും ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. പിന്നെ പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡിൻ്റെ ഒരു പ്രത്യേകത, എങ്ങും ഇറങ്ങിപ്പോയില്ലെങ്കിലും നമ്മുടെ ചുറ്റും അടുത്തുള്ള സ്ഥലങ്ങൾ പോലും വളരെ മനോഹരമാണ് കേട്ടോ. കാണാനും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്